ഇത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം രാവിലെയും വൈദ്യുതിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദൻ മാഷി ഇപ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണിതെന്ന് പറയേണ്ടി വരും, സംശയമില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം, കപട രാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തികഞ്ഞ കാപട്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2018 സംഭവങ്ങൾ കേരള ജനത മറന്നിട്ടില്ല, വിശ്വാസികൾ ആരും മറന്നിട്ടില്ല. ഞാനും ശബരിമലയിൽ പോകുന്ന എല്ലാ വർഷവും സ്ഥിരമായി പോകുന്ന 34 വർഷമായിട്ട് പോകുന്നൊരു വിശ്വാസിയാണ്. ഞങ്ങളെല്ലാം മാനസികമായി ഇത്രയേറെ വേദനിപ്പിച്ച സംഭവം 2018 പോലെ സംഭവം ഉണ്ടായിട്ടില്ല. ആ 2018 കഴിഞ്ഞിട്ട് 2026 ഒരു അയ്യപ്പ സംഗമം 8 വർഷം കഴിഞ്ഞിട്ട്, അതും ഒക്ടോബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ, മാർച്ചിൽ നിയമസഭാ ഇലക്ഷൻ. ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥത ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഒരു കാട്ടുനീതി ഉണ്ടല്ലോ ശബരിമലയോട്, വിശ്വാസികളോട്, ആ കാട്ടുനീതി കഴിഞ്ഞ് 8 വർഷം കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടത്തുന്ന ഇത് കാപട്യം അല്ലാതെ എന്താ പറയുക? ഞാനത് കൃത്യമായിട്ട് എന്റെ കത്തിൽ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ മുമ്പ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന, കുറച്ചു കാലം കൈകാര്യം ചെയ്തത് മന്ത്രി കൂടിയായിരുന്നു. ശബരിമലയിൽ വനഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ അടുത്ത് വനഭൂമി വിട്ടുകിട്ടാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെന്റിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത ആളായിരുന്നു. അപ്പൊ അന്നു മുതലേ ഞങ്ങളൊക്കെ വിശ്വാസം സംരക്ഷിക്കാനും ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടും കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ ഈ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എന്തുദ്ദേശശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ സംഗമം നടത്തുന്നത്? അന്നത്തെ പോലീസിന്റെ വേട്ടകളെ കുറിച്ച് മുഖ്യമന്ത്രി അക്ഷരം എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും പോലീസിനെ ന്യായീകരിക്കല്ലേ ചെയ്യുന്നത്? സുപ്രീം കോടതി വിധി വന്ന സാധാരണഗതിയിൽ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? വിശ്വാസികളെ വേദനിപ്പിക്കുന്ന ഒരു വിധി വന്നാൽ ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തി ഒരു ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ടോ മുഖ്യമന്ത്രി? ഒരു ചർച്ച നടത്തിയിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് കൂടിയാലോചിച്ചിട്ടുണ്ടോ? ഇല്ലാതെ വാശിയോടെ സർവ്വ പോലീസിനെയും അവിടെ അണിനിരത്തി വിശ്വാസികൾക്കെതിരായിട്ട് യുവതികളെ അതിനകത്തേക്ക് കയറ്റിവിടാൻ വേണ്ടിയിട്ടുള്ള സന്നാഹമല്ലേ അന്ന് സർക്കാർ ഒരുക്കിയത്? അതേ പോലീസുകാരെ വെച്ചുകൊണ്ട് ഇപ്പോ ഒരു സംഗമം നടത്തുന്നു. ഈ സംഗമം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള കബളിപ്പിക്കൽ തന്ത്രമല്ലേ? വിശ്വാസികൾ അങ്ങനെ കബളിക്കപ്പെടുന്നവരാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സഹതാപം മാത്രമേ എനിക്കുള്ളൂ. ഇത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം രാവിലെയും വൈദ്യുതിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദൻ മാഷി ഇപ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണിതെന്ന് പറയേണ്ടി വരും, സംശയമില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം, കപട രാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി. അയ്യപ്പ സ്വാമിയെ വെച്ചിട്ടല്ല ഈ കപട രാഷ്ട്രീയം കളിക്കേണ്ടത്. അത് അപകടം. ഇതാണല്ലോ നിലപാട്. അല്ല, പാർട്ടിയെ വിളിച്ചിട്ടില്ലല്ലോ, ഞങ്ങളെ പാർട്ടിയെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. അത് ആദ്യം ദേവസ്വം ബോർഡ് നടത്തുന്നു പറഞ്ഞു. കാണുന്ന ഫോട്ടോ ഒക്കെ അയ്യപ്പന്റെ ഫോട്ടോ എവിടെയില്ല, മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഫോട്ടോ ആണ്. അവരെയാണോ പൂജിക്കേണ്ടത് വിശ്വാസികൾ? എനിക്കറിയില്ല. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ള കാര്യമാണ്. ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയത്തില് AK ആന്റണിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താ പ്രതിപക്ഷം മോശമായതുകൊണ്ടാണോ AK ആന്റണിക്ക് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടി? നിങ്ങള് ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടൊന്നും മാറിയിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ ഉണ്ടയില്ല വെടിവെക്കുന്നത്? AK ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെതിരായിട്ട് നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന, CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരവസരം കിട്ടിയപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു. അത് അത്ര എടുത്താൽ മതി. ആ മറുപടി കുറിക്കൊള്ളുന്ന മറുപടിയായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു.